നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന വിക്രത്തിനുള്ള ചായയൊക്കെ ആയിട്ട് വേദം മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ ചായയൊക്കെ വിക്രത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി മുമ്പത്തെ പോലത്തെ പൊട്ടത്തരൊന്നും കാണിച്ചേക്കരുതെന്ന് പറഞ്ഞു. എന്ത്? അല്ല, ഫോൺ ഓണാക്കാനൊന്നും തോന്നിയേക്കരുതെന്ന്. ഓ അതോ? പിന്നെ ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞോണ്ട്. പിന്നെ അബദ്ധം വിക്രമിന് ഒരു അബദ്ധമല്ല പറ്റുന്നേ, അല്ലാതെ വീണ്ടും വീണ്ടും അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുമല്ലോ. പിന്നെ അത് നിന്റെ അച്ഛനാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ദേ എൻ്റെ അച്ഛന് പറഞ്ഞുണ്ടല്ലോ, അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെന്നല്ലേ പറഞ്ഞു, അല്ലാതെ തന്താന്ന് പറഞ്ഞൊന്നും ഇല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ചിരി വന്നു. വിക്രം ആള് കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് വേദയോട് വിക്രം ചോദിച്ചു, നിനക്ക് പേടിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. എന്തിന്? അല്ല, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പോലീസ് അവരോട് അന്വേഷിച്ചു വന്നു, എന്നിട്ട് നീ കൂളായിട്ടിരിക്കുന്നത്. ഓ അതോ? നമ്മളിങ്ങനെ റിസ്ക് എടുക്കണം, റിസ്ക് എടുത്ത് കഴിയുമ്പോഴല്ലേ ജീവിതത്തിലൊരു ത്രില്ലൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എനിക്ക് നല്ല ത്രില്ലുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, എനിക്ക് അത്ര ത്രില്ലൊന്നും തോന്നില്ല. എങ്ങാനും ഇവിടെ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുമെന്നില്ല വിക്രു. അതിനു മുമ്പ് ഞാൻ വിക്രുവിനെ രക്ഷിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അതിന് വേണ്ടിയിട്ട് എനിക്ക് പുറത്തൊക്കെ പോകണം. ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് വിക്രം സേഫായിട്ട് ഇവിടെ ഇരിക്കണം. കേസിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് എനിക്ക് പുറത്തു പോകണം. വിക്രത്തെ രക്ഷിക്കാനുള്ള വഴികൾ നോക്കണ്ടേന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഇവിടെയാണെന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമെന്ന് ചോദിച്ചു. അതെ, ജോസഫിന് മാത്രം അറിയാം, ജോസഫിനോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വിക്രം എവിടെയാണെന്നുള്ള കാര്യം എൻ്റെ കൂടെയാന്ന്, ബാക്കി ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് വേദയുടെ ഫോണിലേക്കൊരു കോള് വരുന്നത്. അത് ശ്രീജയാണ് വിളിക്കുന്നത്. ശ്രീജ വിളിച്ചിട്ട് വേദയുടെ കാര്യങ്ങൾ പറയണം. അമ്മ ഹോസ്പിറ്റലിലാന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് തന്നെ വേദ വിക്രത്തോട് പറഞ്ഞു, വിക്രം എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു അത്യാവശ്യമായിട്ട്. അതെന്തിനാ പുറത്ത് പോകുന്നേ? അല്ല, അത് പിന്നെ ശ്രീജേച്ചി ഇപ്പോൾ വിളിച്ചേ, അമ്മയ്ക്കെന്തോ വയ്യായികയായിട്ട് ഹോസ്പിറ്റലിലാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ടെൻഷനായി. വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ കാണണം, ഇപ്പം തന്നെ കാണണമെന്ന് പറഞ്ഞു. എന്താ വിക്രയെ പറയണേ? അത് നടക്കുന്ന വല്ല കാര്യമാണോ? ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറ്റുമോ? വേദ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ മതിയാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തോ ഒരു വയ്യായിക തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു ബുദ്ധിമുട്ട്. എൻ്റെ അമ്മയ്ക്ക് അമ്മയെ കാണണം, അമ്മയെ വിളിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടാ. എനിക്ക് എൻ്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല, കാണണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വേദ പറഞ്ഞു, ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങുന്ന? എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പ്ലീസ് വേദ, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടില്ലെങ്കിൽ എനിക്ക് ആകപ്പാടെ ഭ്രാന്ത് പിടിക്കും. ഇനിയിപ്പോൾ വേദ സമ്മതിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞു. ഒടുവിൽ വേദ പറഞ്ഞു, വിക്രത്തിനറിയാലോ, പകൽ സമയത്ത് അങ്ങനെ പോകാൻ പറ്റുന്ന കാര്യമല്ല ഇറങ്ങി ഇവിടുന്ന്. ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഒരു കാര്യം ചെയ്യാം, രാത്രിയാകുമ്പോൾ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി അമ്മയൊന്ന് കാണാം, അമ്മയൊന്ന് കണ്ടിട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം, പിന്നത്തെ കാര്യം പിന്നെ അല്ലേന്ന് ചോദിച്ചു. അങ്ങനെ വിക്രത്തെ അവിടെ ആക്കിയിട്ട് വേദ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജയും വിശ്വമൊക്കെ ഉണ്ടായിരുന്നു, നന്ദിനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേദയെ കണ്ടുകഴിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, ഓ ഇപ്പം സമാധാനമായി കാണുമല്ലോ, അമ്മയെ കാണാൻ വേണ്ടി വന്നായിരിക്കുമല്ലേ, എന്തിനാ കാണുന്നേ? എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അമ്മ ഈ പരുവാക്കിയില്ലെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത് ഹോസ്പിറ്റലാണെന്നൊരു ചിന്ത വേണം. പിന്നീട് വേദയോട് പറഞ്ഞു, വേദ നീ കയറി അമ്മയെ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ വേദ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് ഒരു സന്തോഷമൊക്കെ തോന്നി. കമല പറഞ്ഞു, മോളെ എനിക്ക് നല്ല ടെൻഷനുണ്ട് മോളെ, വിക്രത്തിൻ്റെ കാര്യം ഓർത്തിട്ട്. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അതെ അമ്മയുടെ ആരോഗ്യമൊക്കെ അമ്മ ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെ ശ്രദ്ധിക്കാനാ മോളെ? എപ്പോഴും എനിക്ക് അവനെക്കുറിച്ചുള്ള ചിന്തകളാണ്. അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടിയുണ്ട്. ഞാൻ പെറ്റമ്മയായി പോയില്ലേ, എനിക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണ്, മോൾക്കറിയാലോ അത്. എപ്പോഴും അവൻ്റെ ചുറ്റിലും കഴുകന്മാരെ പോലെ ആൾക്കാർ ചുറ്റും വട്ടുവിട്ട് പറക്കുക. എവിടെ വെച്ച് അവന് അപകടം സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഞാനാണെങ്കിലോ ഓരോ ദുർസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട് മോളെ. അതൊക്കെ ഓർത്തിട്ട് പേടി. ആ വാസവൻ്റെ ഗുണ്ടകൾ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ അതൊക്കെ ഓർക്കുമ്പോഴെനിക്ക് പേടിയാ. അവൻ എവിടെയാ? ആഹാരം കഴിച്ചോ അതോ ഇനി വേറെ എവിടെയെങ്കിലും ആണോ? വാസവൻ്റെ പിടിയിലാണോ? അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ കമലയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട കേട്ടോ, വിക്രത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, വിക്രം എൻ്റെ കൂടെയുണ്ട്, വിക്രം നല്ല സേഫായിട്ട് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇനിയിപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കമല, സത്യമാണോ മോളെന്ന് ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കുവാണ്. അത്ര സമയം അവശതയായിട്ട് കിടന്നയാളാ. അതെ അമ്മ പേടിക്കണ്ട, വിക്രത്തിൻ്റെ ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല, വിക്രം സേഫായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കമല വേദയെ കെട്ടിപ്പിടിക്കുവാണ്. കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു എൻ്റെ മോൾക്ക് വിക്രത്തിന് എത്രമാത്രം ഇഷ്ടമാണ്.
നിങ്ങൾ ശരിക്കും ഒന്നിക്കേണ്ടവർ തന്നെയാണ്. അന്ന് അപ്രതീക്ഷിതമായിട്ട് താലി ആർത്തിയതാണെങ്കിലും നിങ്ങളായിരുന്നു ഒന്നിക്കേണ്ടത്, എനിക്കറിയാം. അപ്പോഴേക്കും വേദ പറഞ്ഞു, എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ വിക്രത്തിനെ ആർക്കും വിട്ടുകൊടുക്കില്ലമ്മേ. അമ്മ ആ ഒരു കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അതിൽ പരൊരു സന്തോഷം കമലിക്കുണ്ടായിരുന്നില്ല. ഇത്ര സമയം ഭയങ്കര ടെൻഷനോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാ പെട്ടെന്ന് ഊർജ്ജസ്വലതയായി. ആ സമയം നന്ദിനി അങ്ങോട്ട് കയറി വന്നു. നന്ദിനി എന്നിട്ട് ആഹാ, ഇപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. ഓ, വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറിയല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടോണ്ടാണ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മാഷ് വന്നിട്ട് എന്താ നന്ദിനി, എപ്പോഴും കമല ഇങ്ങനെ കിടക്കണമായിരുന്നു എന്ന് ചോദിച്ചു. അല്ലച്ചാ, ഇത്ര സമയം നമ്മളൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചിട്ടും അമ്മയുടെ മുഖത്തൊരു സന്തോഷമില്ലായിരുന്നു. വേദ വന്നപ്പോൾ കണ്ടോ, അമ്മയുടെ അസുഖമൊക്കെ പമ്പ അടഞ്ഞില്ലേന്ന് ചോദിച്ചു. കമല പറഞ്ഞു, അതെ, എൻ്റെ മോള് വന്നതിൻ്റെ സന്തോഷമാണെന്ന് പറഞ്ഞു. ഓ, അല്ലേലും അതങ്ങനെയാണല്ലോ, ഞങ്ങളോടൊന്നും അമ്മയ്ക്കൊരു സ്നേഹമില്ലല്ലോ, ഇവളോടല്ലേ സ്നേഹമുള്ളതെന്നൊക്കെ പറഞ്ഞു. പിന്നീട് മാഷോട് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദിനി എന്ന് പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് ഇറക്കി വിട്ടു. അതിനുശേഷം കമല പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, ഞാൻ നോക്കട്ടെ അമ്മേ, ഞാൻ ഉറപ്പൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് വേദ വീട്ടിലേക്ക് ഒന്ന് വിക്രത്തിനോട് കാര്യങ്ങൾ പറയണം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഈ രാത്രിയിൽ എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മതിയാവുള്ളൂ പറഞ്ഞു. വേദ പറഞ്ഞു, റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്, അറിയാലോ, അത് സാരമില്ല, എത്ര റിസ്ക് ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ വേദ ആ റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. വിക്രത്തെ ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കാണിക്കണമെങ്കിൽ ഇനി പറഞ്ഞു വിട്ടില്ലേലും വിക്രം തനിച്ചാണേലും പോകുന്നുള്ള കാര്യം ഉറപ്പാണ്, എങ്ങനെയാണെങ്കിലും ചാടിപ്പോകുന്നറിയാം. ഒടുവിൽ വേദ വിക്രത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡിയാവണം. ആരും കാണാതെ വേണം ആ റിസ്ക് ഏറ്റെടുക്കാനായിട്ട്. എല്ലാവരും കിടന്നെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ഒടുവിൽ വേദ ആ കാര്യം ചെയ്യണം. വിക്രത്തെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നീട് വേദ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, വിക്രം ഇവിടെ ഇരിക്കുക, വണ്ടിക്കകത്ത് വിക്രത്തെ ഇരുത്തി ഞാനൊന്ന് പോയി നോക്കട്ടെ, അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിക്രത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വേദ എന്ന് കഴിഞ്ഞപ്പോൾ വേറെ ആരും ഇല്ലായിരുന്നു. മാഷയും കമലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വിക്രത്തെ വിളിച്ചിട്ട് കയറി വരാൻ പറയാണ്. അങ്ങനെ വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞാൽ മാഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം വിക്രം തലവഴി ഒരു ഷോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, തണുപ്പിന് പുതയ്ക്കുന്ന ഷോള്. കാരണം ആർക്കും പെട്ടെന്ന് ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്, മുഖം ആർക്കും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മാഷിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. പെട്ടെന്ന് വിക്രത്തിനെ മാഷ് കെട്ടിപ്പിടിക്കുന്നുണ്ട്, എൻ്റെ മോനെന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെയായിരുന്നു വിക്രത്തിന് സന്തോഷമായി. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ സേഫാണ്, ഞാൻ വേദയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ മാഷിന് അത്ഭുതമാണ് തോന്നിയത്. പിന്നീട് വിക്രം കമലയെ കാണാനായിട്ട് അകത്തേക്ക് കയറി. അങ്ങനെ കമലയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇന്ന് വരെ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് കണ്ടിട്ടില്ലല്ലോ. കമലയാണ് മോനെന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തെ കയറി കെട്ടിപ്പിടിക്കുകയാണ്. എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത്. എൻ്റെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു, നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു പേടിയായിരുന്നു. ഇപ്പം എനിക്ക് സമാധാനമായി. ഇപ്പം എനിക്കൊരു അസുഖമില്ല. എന്താ അമ്മ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നേ? അമ്മ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതല്ലേ? അത് പിന്നെ മോനെ, എനിക്ക് നിന്നെക്കുറിച്ചുള്ള ടെൻഷനായിരുന്നു, നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന്. ഈ സമയത്ത് മാഷ് വന്നിട്ട് പറഞ്ഞു, എടാ നീ ഇങ്ങോട്ടേക്ക് വന്ന് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകുമേ? അതൊന്നും സാരമില്ല അച്ഛാ, ഇനിയിപ്പം എന്നെ ആരെങ്കിലും പിടിച്ചാലും പിടിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വയ്യാന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പറഞ്ഞു. അതായിട്ട് മാഷ് പറഞ്ഞു, അധിക സമയം ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. കമൽ പറഞ്ഞു, എൻ്റെ മോൻ പോയിക്കോ, എനിക്ക് സമാധാനമായി. വേദ നിന്നോടൊപ്പം ഉണ്ടല്ലോ, അവളും മിടിക്കാടാ, അവൾക്ക് ഉറപ്പായിട്ട് നിന്നെ രക്ഷിക്കാനായിട്ട് പറ്റും. ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇത്രയും ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഇപ്പം എനിക്ക് സമാധാനമായെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തിൻ്റെ ആഗ്രഹം സാധിക്കുകയാണ്. കമലയെ കണ്ടിട്ട് വിക്രം തിരികെ പോരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.